നമസ്കാരം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ട്വിസ്റ്റുകളിലേക്ക് പോവുകയാണ്. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, നല്ലൊരു ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവർക്ക് BJP വിരുദ്ധതയൊന്നുമില്ല. BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ പ്രശ്നമുള്ളവരല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രന് ഒരു പ്രാവശ്യം 80 വോട്ടിലാണ് സുരേന്ദ്രൻ തോറ്റുപോകുന്നത്, കെ സുരേന്ദ്രൻ. പിന്നെ ഒരു പ്രാവശ്യം 1000 വോട്ടിന് താഴെയാണ് തോറ്റു പോകുന്നത്. അപ്പോൾ സുരേന്ദ്രൻ തന്നെ 2 പ്രാവശ്യം നിന്ന് നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ പലരും ജയിച്ചിട്ടുമുണ്ട്. കൂടുതലും മുസ്ലിം ലീഗുകാരാണ് ജയിക്കുന്നത്. ചേർക്കള അബ്ദുള്ള അടക്കമുള്ള മുൻ മന്ത്രി ചേർക്കള അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട്. വളരെ പിന്നോക്കമായൊരു പ്രദേശമാണ്. അതിൻ്റെ പല പഞ്ചായത്തുകളിലും ഞാൻ പോയിട്ടുള്ളതാണ്. മഞ്ചേശ്വരത്തുള്ള പല പഞ്ചായത്തുകളിലും പോയിട്ടുള്ളതാണ്. വളരെ പിന്നോക്കം നിൽക്കുന്ന വളരെ സാധുക്കളായിട്ടുള്ള നല്ല മനുഷ്യരായിട്ടുള്ള കുറച്ച് ആളുകളാണ്. അതിൽ കുറച്ച് പേർ മംഗലാപുരത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ ആളുകളും അവരുടെ കുറച്ച് ബന്ധുമിത്രാദികൾ, അങ്ങനെ അതുപോലെ തന്നെ പല ഭാഷകളുണ്ട് അവിടെ. തുളു, ഉറുദു, പിന്നെ അറബി, അങ്ങനെ പിന്നെ മലയാളം, ഇങ്ങനെ പല ഭാഷകളൊക്കെ ഉള്ള, പല ആചാര വിശേഷങ്ങളൊക്കെ ഉള്ള, പർദ്ദയൊക്കെ ധാരാളം ധരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ്. കേരളത്തിൻ്റെ ഒരു വലിയ വൈവിധ്യം അവിടെ കാണാൻ പറ്റും. ഭാഷാപരമായാലും രുചി വൈവിധ്യവും എല്ലാ തരത്തിലും. പക്ഷെ നല്ല മനുഷ്യരാണ്. അവിടെ ഇപ്രാവശ്യം SDPI മത്സരിക്കുന്നില്ല, അത് UDFന് അനുകൂലമായി നിൽക്കും എന്നൊരു ചർച്ച വന്നു. പക്ഷേ SDPI LDFന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്നൊരു ചർച്ച വന്നു. ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് SDPI LDFനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ചർച്ചകൾ വന്നു. എന്തായാലും SDPI പരസ്യമായി അത് പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം PDP, മദനിയുടെ PDP ആണെങ്കിൽ പരസ്യമായി LDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ രണ്ടും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് SDPI ഒരു സ്ഥാനാർത്ഥി, ഒരു അഷറഫ്, അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. വേറൊരു അഷ്റഫാണ് ലീഗിന് അവിടെ നിൽക്കുന്നതും നിലവിലെ MLA ഒരു അഷ്റഫാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ. പക്ഷെ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് അപരൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് SDPIയുടെ മറ്റൊരു അഷ്റഫ്, എനിക്കൊന്ന് KM അഷ്റഫ് മറ്റത് AKM അഷ്റഫ് എന്നാണ്. അപ്പം KM അഷ്റഫ് കയറി മത്സരിച്ചതും 2 ദിവസം വലിയ കൺഫ്യൂഷൻ വന്നു. ഇപ്പം അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു. ആരാണ് അദ്ദേഹത്തെ പിൻവലിപ്പിച്ചതെന്നറിയില്ല. മാത്രമല്ല അദ്ദേഹം പിൻവലിച്ചതിന് ശേഷം അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്നേ പോകുന്നു, രാഷ്ട്രീയമേ മതിയാക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നത്? ആരാണ്? ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പിന്മാറിയത്? പണം വാങ്ങിയിട്ട് കൊണ്ടാണോ പിൻവാങ്ങിയത്, അതോ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടിട്ടാണോ? എന്താണ് SDPIയുടെ ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള കാരണം? മതേതര വോട്ടുകളെല്ലാം ഭിന്നിച്ച് പോകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ വർഗീയതയ്ക്ക് ഇപ്പോൾ ഈ മുസ്ലിം വോട്ട് 2ആയി പിരിഞ്ഞു പോയാൽ, അല്ലെ കുറച്ച് വോട്ടെങ്കിലും ലീഗിൽ നിന്ന് ഇവർ SDPI പിടിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാം പറഞ്ഞിട്ടാണ് മഞ്ചേശ്വരത്ത് നടന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ മഞ്ചേശ്വരത്ത് 2 പ്രാവശ്യം സുരേന്ദ്രൻ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സുരേന്ദ്രൻ ശക്തമായിട്ട് അവിടെയുണ്ട്. സുരേന്ദ്രൻ ജയിച്ചാലും അത്ഭുതമില്ലാത്ത രീതിയിലാണ് മഞ്ചേശ്വരത്തെ കാര്യങ്ങൾ പോകുന്നത്. അതിന് തടയിടുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് SDPI രംഗത്ത് നിന്ന് പിന്മാറുന്നത്. ഇലക്ഷൻ രംഗത്തില്ലാതെ വരുന്നു. അപ്പോൾ ഇനി മുസ്ലിം വോട്ടുകൾ ആർക്കാണ് കൊടുക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. പണ്ടത്തെ പോലെ ഒരു കുത്തകയൊന്നും ഇപ്പോൾ ആർക്കുമില്ല. CPMന് കൊടുക്കുന്നുണ്ട്, കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട്, BJP കൊടുക്കുന്നുണ്ട്, മാറി കൊടുക്കുന്നുണ്ട്. പല രൂപത്തിലാണിപ്പോൾ ഇലക്ഷൻ്റെ വോട്ടിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത്. അതുകൊണ്ട് പഴയ കാലത്തെ പോലെ ഇന്ന സ്ഥലത്തുള്ള ഇത്ര ആളുകൾ ഇന്ന രീതിയിൽ കംപ്ലീറ്റ് അങ്ങ് വോട്ട് ചെയ്തോളും എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം പോയിട്ടുണ്ട്. എല്ലായിടത്തും BJPയുടെ വലിയ ഇടിച്ചുകയറ്റമുണ്ട്. UDF ഈ ഗവൺമെൻറ്റിൽ ശക്തമായി മുന്നോട്ട് നിൽക്കുന്നു. LDFൻ്റെ ഭരണ സഹായ കാര്യങ്ങളുണ്ട്. അങ്ങനെ 3 മുന്നണികളും അതിശക്തമായ രീതിയിലാണ് മഞ്ചേശ്വരത്ത് നിൽക്കുന്നത്. BJPയുടെ സംസ്ഥാന മുൻ പ്രസിഡന്റും സംസ്ഥാനത്തെ വലിയ അറിയപ്പെടുന്ന നേതാവുമായിട്ടുള്ള കെ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിനൊരു ദേശീയ പ്രാധാന്യം വന്നിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കുമോ? ഈ SDPIയുടെ വരവ് ആർക്കാണ് ദോഷം ചെയ്യും എന്ന് വിചാരിച്ചിരുന്നത്? എന്തായാലും SDPIയുടെ പിന്മാറ്റം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.